ഹലോ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് മനസ്സിലാക്കി. അതായത് എങ്ങനെയാണ് വന്നത്, എന്തുകൊണ്ട് ആ മൂവ്മെൻറ്റ് പതുക്കെ ഇല്ലാതായി മാറി, എന്തുകൊണ്ട് ഏത് സാഹചര്യത്തിലാണ് അത് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ പാർട്ടാക്കാൻ ഗാന്ധിജിയും കോൺഗ്രസും നിർബന്ധിതരായത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ രാജ് ടു സ്വരാജ് എന്ന് പറഞ്ഞ ഈ ബുക്കിൻ്റെ ഒരു ബേസിസിൽ അവർ ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ കുറിച്ച് രാമചന്ദ്ര പ്രധാൻ അദ്ദേഹം എന്ത് പറയുന്നു, എന്ത് പറയുന്നു, അദ്ദേഹത്തിന്റെ ഒരു ക്രിറ്റിക് എന്താണ്, ഖിലാഫത്ത് മൂവ്മെന്റിനെ കുറിച്ചുള്ള ഒരു ക്രിറ്റിക് എന്താണ്, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. അതിനുശേഷം നമുക്ക് ചരിത്ര സംഭവങ്ങളെ ബേസ് ചെയ്തിട്ട് അതൊന്ന് അപഗ്രഥിച്ചിട്ട് നോക്കാം ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വായിക്കാൻ പോകുന്നത് ഒരു ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഒരു കോഴ്സ് ഓഫ് ഖിലാഫത്ത് മൂവ്മെന്റ് ആണ്. ചില കാര്യങ്ങൾ വായിക്കാം. ഖിലാഫത്ത് മൂവ്മെന്റ് വാസ് carried out in a number of ways. In UP, some Muslims took it as a general revolt against authority, taking Khilafat in its literal sense of opposition. In Malabar, Moplas indulged in violence against Hindu zamindars. The protest took yet another form when in 1920 June, 20,000 Muslims, Mujahirin, tried to do hijrat to Afghanistan in anger against the government over the issue of dishonoring their caliph. അതായത് 20,000-ഓളം അധികം മുസ്ലിംസ് മുജാഹിറിൻ എന്ന ലെവലിൽ മൈഗ്രൻസ് പോലെ പോയി. ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഇപ്പം ISISലേക്കും ആളുകൾ ഖിലാഫത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പോയി എന്നുള്ള ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ. സിമിലർ ആയിട്ടുള്ള ഒരു മോഡിലായിരുന്നു അന്നത്തെ ടൈമിലുള്ളത് പോയിക്കൊണ്ടിരുന്നത്. റൈറ്റ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതായിരുന്നു. അതായത് മലബാർ കലാപത്തെക്കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉള്ള ഒരു ചോദ്യം, ഇതുപോലുള്ളൊരു ഇന്റേണൽ സെക്യൂരിറ്റി ഇഷ്യൂ ഇന്ത്യക്ക് ഒരു ഭീഷണിയായിട്ട് വരുമ്പോൾ, കാരണം അവിടെ പോയി റാഡിക്കലൈസ്ഡ് ആയിട്ട് ഇങ്ങനെ പലരും തിരിച്ചു വന്നിട്ട് ഇവിടെയും ഭീകരാക്രമണം നടത്താനുള്ള ചാൻസ് ധാരാളമുണ്ട്. ഇങ്ങനെ പലതും വെസ്റ്റിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ 50-ലധികം ആളുകളെ നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. NIA ധാരാളം കേസുകൾ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ കനകമല ISIS കേസ് പോലുള്ള ധാരാളം കേസുകളും അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഖിലാഫത്ത് മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വാർ ഹീറോയെ ഇപ്പോൾ ആ ലെവലിൽ യൂളോജൈസ് ചെയ്തിട്ടൊരു മൂവി ഉണ്ടാകുകയാണെങ്കിൽ അത് ഏത് രീതിയിലുള്ള ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം. ആ ഒരു ചോദ്യത്തിന്റെ ബേസിലാണ് ഞാൻ അതിനെ അങ്ങനെ ഒരു മൂവി, ഈ പറയുന്ന അദ്ദേഹത്തെ വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജിയെ ഒരു ഇത് എടുക്കേണ്ട ഒരു മൂവി എന്നുള്ളതിനെ ഞാൻ എതിർത്തിരുന്നതിന്റെ റീസൺ അതാണ്. അപ്പം നോക്കാം. അപ്പം അതൊരു ആസ്പെക്ട്. മറ്റൊരു ആസ്പെക്ട് ഇതിന്റെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നതാണ്. അതായത് ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഒരു ക്രിട്ടിക്കൽ അപ്രോച്ചിലൂടെ കാണുകയാണ് എവിടെയാണ് ആ മൂവ്മെന്റിനെ പിടിച്ചതെന്നുള്ളത്. റൈറ്റ്. സോ നമുക്ക് നോക്കാം. ഓക്കെ, ദ ഖിലാഫത്ത് മൂവ്മെന്റ് ഇൻ ജനറൽ ആൻഡ് മഹാത്മാസ് അൺസ്റ്റിന്റഡ് സപ്പോർട്ട് ടു ഇറ്റ് ഹാഡ് ബീൻ ഫോൾട്ടഡ് both by academic historians as well as by his contemporaries, primarily on two counts. One, that the Muslim leadership was primarily inspired and guided by their pan-Islamic sentiments rather than the felt need of Indian nationalism. It was the critics, however, a tactical move on their part to seek support of Gandhiji, who had emerged as the uncrowned king of Indian masses. When the Khilafat became a non-issue in the view of abolition of the office by the Caliph by the Turkic leadership, more militant sections of Khilafat led by the Ali brothers and Maulana Abdul Bari fell out of the mainstream national movement, and then they even became critical of Gandhian politics. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവർ തന്നെ ഗാന്ധിജിയെ തെറി വിളിക്കുന്ന അവസ്ഥയിലെത്തി. ഇപ്പോൾ ഗാന്ധിജിക്ക് ദീനില്ലാത്തതുകൊണ്ട് സ്വർഗത്തിൽ പോയില്ല. ആ മോഡിൽ ഗാന്ധിജിയെ തന്നെ ഇത് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെത്തി. കാരണം അവരുടെ പ്രൈമറിലി മൂവ്മെന്റ് ആ പാൻ ഇസ്ലാമിക് ടിഞ്ച് ആയിരുന്നു. അല്ലാതെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചൊരു സെക്കൻഡറി ഫാക്ടർ ആയിരുന്നു. അതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണിത്. Thus, the forces unleashed by the Khilafat movement retarded the growth of secular politics in India. Besides, it also became clear in the course of movement that Muslim commitment to the principle of nonviolence was more of a matter of convenience rather than conviction. Such a groundswell of Muslim consolidation based on religious sentiments provided a solid base for mobilization of Muslim masses by Muslim League after 1937, ultimately leading to the partition of the country. സോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ നടന്ന ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു വർഗീയ ധ്രുവീകരണമാണ് പിന്നീട് മുസ്ലിം ലീഗിനൊരു വെള്ളവും വളവുമായിട്ട് മാറിയതും പിന്നീട് അത് പാർട്ടീഷനിൽ എത്തിയതും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ക്രിറ്റിക്. ഇത് അദ്ദേഹത്തിന് മാത്രമല്ല, ധാരാളം ഹിസ്റ്റോറിയൻസ് ഈ ഒരു ലെവലിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ സാധൂകരിക്കത്തക്ക രീതിയിൽ നമുക്ക് 1922 തൊട്ട് 37, 45, 46 വരെയുള്ള സമയത്ത് ഒരു ഇന്ത്യൻ പൊളിറ്റിക്സിൽ പല പാർട്ടികളുടെ ഗ്രോത്തിനെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് പരിശോധിച്ച് നോക്കുന്നത് നിങ്ങളത് സെർച്ച് ചെയ്താൽ മതി. പക്ഷെ ഞാനത് കൃത്യമായിട്ട് പറയാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഖിലാഫത്ത് മൂവ്മെന്റ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ പാർട്ടാക്കിയതുകൊണ്ട് ആർക്കാണ് മെച്ചം കിട്ടിയത്, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിൽ ഏത് പാർട്ടിക്കാണ് മെച്ചം കിട്ടിയത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം.
1917 ഈ 18-20 ടൈമുകളിലൊന്നും ഇപ്പം നോർത്തേൺ മലബാറിൽ പോലും മുസ്ലിം ലീഗ് അവിടെ ഒരു ഫാക്ടറി ആയിരുന്നില്ല. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ 17 ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിലും കാര്യമായ രീതിയിൽ ഒരു ഒരു പ്രവർത്തകരുടെ ഒരു സപ്പോർട്ടോ ഒന്നും മുസ്ലിം ലീഗിന് നോർത്തേൺ മലബാറിൽ ഉണ്ടായിരുന്നില്ല. ഖിലാഫത്തിന്റെ പാർട്ടിയായിട്ട് പ്രവർത്തിച്ചതെല്ലാം കോൺഗ്രസിലുണ്ടായിരുന്ന മുസ്ലിം നേതാക്കളായിരുന്നു. റൈറ്റ്. പിന്നീട് 1922 പിന്നെ 23 മുതൽ 27 വരെ ഉണ്ടായിരുന്നത് എന്താണ്, നമ്മുടെ സ്വരാജ് പാർട്ടിയുടെ പാർട്ടായിട്ട് കോൺഗ്രസ് നാഷണൽ മൂവ്മെന്റിലേക്ക് പോയി. അന്നും മുസ്ലിം ലീഗിന് കാര്യമായ ഹോൾഡ് ഉണ്ടായില്ല. പിന്നെ 1928 ഈ പറയുന്ന സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന ലെവലിൽ മോട്ടിലാൽ നെഹ്റുവിന്റെ നെഹ്റു റിപ്പോർട്ട് വന്നത്. ആ നെഹ്റു റിപ്പോർട്ട് വന്നതോടുകൂടിയാണ് ജിന്നയും കോൺഗ്രസുമായിട്ടുള്ള ഒരു തർക്കം ഉടലെടുക്കുന്നതും മുഹമ്മദ് അലി ജിന്ന വോക്കൗട്ട് നടത്തുന്നതും. എനിക്കൊരു 14 പോയിന്റ്സ് വേണം എന്ന ലെവലിൽ പറഞ്ഞ് വോക്കൗട്ട് നടത്തുന്നത്. ഓക്കെ, ആ 14 പോയിന്റ്സ് എന്ന് പറഞ്ഞാലൊന്നുമില്ല, ഇതുപോലെ എല്ലായിടത്തും മുസ്ലിം പ്രാതിനിധ്യം വേണം, 1/3 പ്രാതിനിധ്യം 1/3 പ്രാതിനിധ്യം എന്ന ലെവലിലാണ് അദ്ദേഹം പലതും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതായിരുന്നു കോൺഗ്രസും ഒരു എതിർത്തിരുന്ന ഒരു റീസൺ എന്തായിരുന്നു, കാരണം മുസ്ലിം പോപ്പുലേഷൻ ഇന്ത്യയിൽ ഒരു 25% ഉള്ളൂ. അപ്പോൾ 1/3 എന്ന് പറയുന്നത് ഒരു 33%. അത്രത്തോളം എങ്ങനെ അത് ന്യൂമറിക്കലിയും ഒരു ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് ശരിയില്ല എന്ന ലെവലിലായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ സെപ്പറേറ്റ് ഇലക്ടറേറ്റിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് ഈ ഖിലാഫത്തിന്റെ ഒരു കൈപ്പേറിയൊരു പാഠത്തിൽ നിന്ന് കോൺഗ്രസ് മനസ്സിലാക്കി എന്നുള്ളതാണ് അതിന്റെ വ്യക്തത. കാരണം അങ്ങനെ പോയി വീണ്ടും വർഗീയ കലാപങ്ങൾ ഉണ്ടായി നാഷണൽ മൂവ്മെന്റ് സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് തന്നെയാണ് അതിന്റെ മെച്ചം എന്നുള്ളത് കൃത്യമായിട്ട് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിയിരുന്നുകൊണ്ട് തന്നെയാണ് ആ ഹിസ്റ്റോറിക് ബ്ലണ്ടർ 1916 നടത്തിയ ആ ബ്ലണ്ടർ കോൺഗ്രസ് തിരുത്തിയത്. അതിനുശേഷം പിന്നീട് നടന്ന ഒരു പ്രധാന മാസ് മൂവ്മെന്റ് നോക്കുക, ഏതാണ്, അതായത് നിയമലംഘന പ്രസ്ഥാനം, അതായത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിൽ മുസ്ലിം ലീഗിന്റെ പാർട്ടിസിപ്പേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. മുസ്ലിം പാർട്ടിസിപ്പേഷൻ താരതമ്യേന കുറവായിരുന്നു. പിന്നീട് നടന്നിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ഇത്രയും നാളത്തെ മാസ് മൂവ്മെന്റിൽ, അതായത് ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെയാണല്ലോ കോൺഗ്രസ് വളർന്നു വന്നത്. ഞാൻ ഈ പറയുന്ന ചരിത്രം എന്ന് പറയുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗും ഉള്ള പ്രധാന നാഷണൽ ചരിത്രമാണ്. കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റും റവല്യൂഷണറി എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റും ഒന്നും ഞാനിതിൽ പരാമർശിക്കുന്നില്ല, കാരണം ഖിലാഫത്തിന്റെ ഒരു ഇഷ്യൂ ആണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ പിന്നീട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആക്ടാണ്. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ന് കാണുന്ന പല കാര്യങ്ങളും എടുത്തിരിക്കുന്നത് അതിൽ നിന്നാണ്. ഇപ്പോൾ റിസർവ് ബാങ്ക് അതിന്റെ പാർട്ടായിട്ട് വന്നതാണ്. റൈറ്റ്. അപ്പോൾ ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ആസ് എ പാർട്ടി എൻറ്റയർലി മത്സരിച്ച ഒരു ആദ്യത്തെ ഇലക്ഷനായിരുന്നു. ഇതിനു മുമ്പ് ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പം ഈ 23 സ്വരാജ് പാർട്ടി, അത് കോൺഗ്രസിന്റെ ഒരു പാർട്ടായിരുന്നു, അത് എൻറ്റയർ കോൺഗ്രസ് ആയിരുന്നില്ല അത്. അപ്പോൾ അങ്ങനെ മത്സരിച്ച ഈ ഒരു ഇലക്ഷൻ ആയിരുന്നത്. കാരണം ഈ ഒരു ഇലക്ഷനിൽ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 11 പ്രോവിൻസുകളിൽ, അതായത് 11 പ്രവിശ്യകൾ എന്നുണ്ടായിരുന്നു. 11 പ്രവിശ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ പ്രോവിൻസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മധ്യപ്രദേശ്, യുണൈറ്റഡ് പ്രോവിൻസ് എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശ്, നോർത്ത് വെസ്റ്റേൺ പ്രോവിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഈ രാജസ്ഥാന്റെ ഏരിയ, സിന്ധ് ഉണ്ടായിരുന്നു, പഞ്ചാബ് ഉണ്ടായിരുന്നു, നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രോവിൻസ് ഉണ്ട്, അതായത് അഫ്ഗാനിസ്ഥാൻ ബോർഡർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ബംഗാൾ, ബീഹാർ, ആസാം, പിന്നെ മദ്രാസ് പ്രോവിൻസ്, അങ്ങനെ ഒരു 10-11 പ്രവിശ്യകളുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു 5 ഏരിയസിൽ കോൺഗ്രസിന് അബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടി. റൈറ്റ്. ബാക്കിയുള്ള പലയിടത്തും കോalition ഗവൺമെന്റ്സ് വന്നു. അപ്പോൾ പിന്നീട് ഈ മുസ്ലിം ലീഗിന് കാര്യമായ ലെവലിൽ കിട്ടിയതാകെ ബംഗാളിൽ ഒരു കൃഷക് പ്രജാ പാർട്ടി എന്ന് പറഞ്ഞ ഒരു പാർട്ടിയോട് ഒരു കോalitionൽ ഒരു പാർട്ണർ ആകാനേ പറ്റിയിരുന്നുള്ളൂ. ഒരിടത്ത് അങ്ങനെ 9 ഇടത്ത് കോൺഗ്രസും, ഒരിടത്ത് പഞ്ചാബിൽ യൂണിയനിസ്റ്റ് പാർട്ടിയും, പിന്നെ ഈ ഒരു കോalition പാർട്ണർ എന്ന പോലെ മാത്രമാണ് മുസ്ലിം ലീഗിന് അവിടെ വരാൻ പറ്റിയിരുന്നത്. പക്ഷേ മുസ്ലിം ലീഗിന്റെ ഒരു പൊതുവേ ഉള്ള ഒരു സ്ട്രെങ്ത്, അതായത് ആദ്യത്തെ അവർ നേരിട്ട ഒരു ഇലക്ഷൻ ആയിരുന്നെങ്കിലും പൊതുവെ അവരുടെ ഇത്രയും നാളുള്ള ഒരു വളർച്ച വെച്ച് നോക്കുമ്പം അത് താരതമ്യേന മെച്ചപ്പെട്ട ഒരു വളർച്ച തന്നെയായിരുന്നു. കാരണം ഇനിഷ്യൽ ടൈമിൽ ഒരു ക്വാറം തയ്ക്കാൻ ആളുകൾ പോലും ഇല്ലാതെ മീറ്റിംഗ് മാറ്റിവെക്കേണ്ട കാര്യം വന്നിട്ടുണ്ട് മുസ്ലിം ലീഗിന്. കാരണം മുസ്ലിം ലീഗ് വെറും ഒരു പേപ്പർ സംഘടന മാത്രമായിരുന്നു. അതായത് ക്വാറം തയ്ക്കാൻ എന്നാൽ ആലോചിച്ച് നോക്കുക, നമുക്കിപ്പം ഒരു രാജ്യസഭയോ ലോക്സഭയോ കൂടുമ്പോൾ 1/10 ആളുകളില്ലെങ്കിൽ നമുക്ക് ആ മീറ്റിംഗ് പങ്കെടുക്കാൻ പറ്റില്ല. അങ്ങനെ പോലും ഇല്ലാത്ത ലെവലിൽ ക്വാറം തയ്ക്കാനില്ലാതെ മീറ്റിങ്ങുകൾ മാറ്റിവെക്കേണ്ടി വന്നൊരു സംഘടനയെ അവസാനം ഒരിടത്തെ ഒരു പ്രോവിൻസിലെ കോalition പാർട്ണർ, അതായത് ഒരു മറ്റൊരു പാർട്ടിയോട് ചേർന്നിട്ടുള്ള ഒരു കോalition പാർട്ണർ ആക്കുക എന്നുള്ള ഒരു ലെവലിലേക്ക് മുസ്ലിം ലീഗ് എത്തി 1937. അതോടൊപ്പം തന്നെ ഈ നോർത്തേൺ മലബാറിലും ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ഭരണത്തിലെത്താൻ പറ്റിയില്ലെങ്കിലും ഈ മുസ്ലിം സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സിൽ നിന്നും ധാരാളം സീറ്റുകൾ മുസ്ലിം ലീഗ് നേടുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊരു ജസ്റ്റ് ഒരേ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ആലപ്പാട് ശ്രീധരമേനോന്റെ ആ ഒരു ബുക്ക് നിങ്ങൾ കേരള ചരിത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് മുസ്ലിം ലീഗിന്റെ ആവിർഭാവവും 1937 വരെ മുസ്ലിം ലീഗ് ഏത് ലെവലിൽ നിന്ന് വളർന്നു എന്നുള്ളതിന്റെ ഒരു ചരിത്രം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം.
അപ്പോൾ 1930-നും 1940-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് ഒടുക്കമാണ് മലബാറിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് ഒരു പ്രധാന ഘടകമായിരുന്നത്. 1906 ധാക്കയിൽ വെച്ച് സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ലീഗിന്റെ ശാഖകൾ 1917 മുതൽക്കേ മലബാറിലെ ചില ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിലും ലീഗ് 1934 വരെ ജില്ലയിലെ ദൃഢബദ്ധമായ ഒരു സംഘടനയായിരുന്നില്ല. കേന്ദ്ര നിർമ്മാണ നിയമസഭയിലേക്ക് 1934 നടന്ന തെരഞ്ഞെടുപ്പിൽ തെക്കൻ കാനറ നിയോജക മണ്ഡലത്തിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഹാജി അബ്ദുൾ സത്താർ സേട്ട് 1638 വോട്ടുകൾക്കെതിരെ 1960 വോട്ടുകൾ നേടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ മുഹമ്മദ് അബ്ദുൾ റഹ്മാനെ തോൽപ്പിച്ചത് മലബാർ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു സജീവ ശക്തിയായി പ്രത്യക്ഷപ്പെട്ടതിന്റെ തെളിവായിരുന്നു. അപ്പൊ ചിന്തിച്ചു നോക്കാം, ഒരു സമയത്ത് കോൺഗ്രസിലെ വളരെ ശക്തനായ ഒരു നേതാവായിരുന്നു. പലരും മുസ്ലിം ലീഗിനെയൊക്കെ തോൽപ്പിച്ചും അങ്ങനെയൊക്കെ നിയമനിർമ്മാണ സഭയിലേക്ക് പോയിരുന്ന മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിനെ മുസ്ലിം ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥി തോൽപ്പിക്കുകയുണ്ടായി. അപ്പൊ ലീഗിന് അവിടെ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സാഹചര്യങ്ങളിലെല്ലാം. അപ്പൊ ഖിലാഫത്തിന് ശേഷം ശരിക്കും വളരെ സംഭവിച്ചത് കോൺഗ്രസിന് ലഭിക്കേണ്ടിയിരുന്ന മുസ്ലിം വോട്ടുകൾ മുസ്ലിം ലീഗിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഇപ്പോൾ ഈ അബ്ദുൾ സത്താർ സേട്ട് എന്ന് പറഞ്ഞ അദ്ദേഹം പിന്നീട് പാർട്ടീഷന് ശേഷം പാകിസ്ഥാനിൽ പോവുകയും സിന്ധിലാണ് അദ്ദേഹം മരിച്ചത്. പാകിസ്ഥാന്റെ ഈജിപ്തിലെ അംബാസിഡറായിട്ടൊക്കെ പ്രവർത്തിക്കുകയും ചെയ്ത ആളായിരുന്നു ഈ അബ്ദുൾ സത്താർ സേട്ട്. അപ്പം 1937 മലബാറിൽ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ അധ്യക്ഷനായി കണ്ണൂരിലെ അബ്ദുൾ റഹ്മാൻ ആലി രാജാവ് തിരഞ്ഞെടുക്കപ്പെട്ടു. സോ ഇപ്പോൾ 1922 തൊട്ട് 1937 വരെ ഒക്കെ ഉള്ളൊരു കാലഘട്ടത്തിലെ ഒരു കാര്യങ്ങൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. കോൺഗ്രസിന് സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം മുസ്ലിം ലീഗ് കയറി ആ സ്ഥലങ്ങൾ കൈയടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നത്. അപ്പൊ ശരിക്കും ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്ന് പറഞ്ഞ് തുടങ്ങിയ ഈ ഖിലാഫത്ത് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത് സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയും കുറെ ഭാഗങ്ങൾ മുസ്ലിം ലീഗിന് അങ്ങ് പോവുകയും ആ മുസ്ലിം ലീഗ് ബ്രിട്ടീഷുകാരുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നുണ്ട്. നാഷണൽ മൂവ്മെന്റ് നന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഇതോടൊപ്പം തന്നെ വേറൊരു കാര്യം മനസ്സിലാക്കുക, ഇത് മാത്രമായിരുന്നില്ല അതിന്റെ ഒരു ഇഷ്യൂ. ഇപ്പം മുസ്ലിം ലീഗിന്റെ ഒരു സൈഡിൽ നിന്നുള്ള ഈ ഒരു കമ്മ്യൂണൽ പൊളിറ്റിക്സ് മുഴുവൻ മറു സൈഡിൽ ഇതുപോലുള്ള കൗണ്ടർ റിയാക്ഷണറി ഫോഴ്സസ് ധാരാളം ഉണ്ടാകുകയും ചെയ്തു. റൈറ്റ്. അതുപോലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിപ്പം 1906 തൊട്ട് മുസ്ലിം ലീഗ് എടുക്കാൻ 1915 നമുക്ക് ഹിന്ദു മഹാസഭ ഫോം ചെയ്തു. സവർക്കറൊക്കെ ഹിന്ദു മഹാസഭയുടെ പാർട്ടായിരുന്നു. 1925 RSS ഫോം ചെയ്തു. നാഗ്പൂർ RSS ഫോം ചെയ്തു. KB ഹെഗ്ഡേവാർ, മാധവ് സദാശിവ് ഗോൾവാക്കർ, അദ്ദേഹം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ ടീച്ചറായിരുന്നു. അങ്ങനെയായിരുന്നു ഡോക്ടർ ഗുരുജി എന്ന് പറഞ്ഞ രണ്ടുപേരുടെ ഒരു ഇത്. RSSന്റെ ഇൻഫ്ലുവൻസ് ഇപ്പം ഇതിൽ മാത്രമായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ മുസോളിനി പോലുള്ളവരുടെ ബ്ലാക്ക് ഷർട്ട് പോലുള്ള മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു ഗ്യാങ്ങിനെയൊക്കെ കുറച്ച് ഫാൻസി ചെയ്തിട്ടാണ് അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായത്. പക്ഷെ അപ്പോൾ ഹിന്ദു മഹാസഭയും ഇങ്ങനത്തെ RSS പോലുള്ള മൂവ്മെന്റ്സും മറ്റേ സൈഡിൽ സ്ട്രെങ്തൻ ചെയ്യാൻ തുടങ്ങി.